വീട്ടിൽ കയറുക, അസഭ്യം പറയുക, ദേഹോപദ്രവം, ഇതൊന്നും താങ്കൾ കണ്ടില്ലേ വകുപ്പ്? ദേഹോപദ്രവം എവിടെ നടത്തിയതാ? ദേഹോപദ്രവം എവിടെ നടത്തി? ചുമ്മാ പറയല്ലേ. ആര് ദേഹോപദ്രവം നടത്തി? ആ പെൺകുട്ടിക്ക് പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ ദേഹോപദ്രവം നടത്തിയത് അഭിപ്രായമില്ല. ദേഹോപദ്രവം ഒന്നും നടത്തിയത് ആ പെൺകുട്ടിക്ക് പോലും അഭിപ്രായമില്ല. ആ പെൺകുട്ടിയുടെ ഏക അലിഗേഷൻ ഫോൺ വഴി എങ്ങനെയാണ് ഈ കേസൊക്കെ വന്നിരിക്കുന്നത്? മാഡം, ദേഹോപദ്രവം നടത്തിയെന്നല്ല. ദയവായി താങ്കൾ ആ പരാതി ശ്രദ്ധിക്കണം. ദേഹോപദ്രവം നടത്തിയെന്നല്ല, പകരം ആ പെൺകുട്ടിയെ ഗർഭഛിദ്രത്തിന് വേണ്ടി നിർബന്ധിച്ചു. ഇതാണ് മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന പരാതിയുടെ കോണ്ടന്റ് എന്ന് മുഖ്യധാരാ മാധ്യമങ്ങൾ പറയുന്നത്. അല്ലാതെ ആ പെൺകുട്ടിയെ ദേഹോപദ്രവം ഒന്നും ഏൽപ്പിച്ചില്ല. അങ്ങനെ ഒരു കേസ് ആ പെൺകുട്ടിക്ക് പോലും ഇല്ല. ഒരു ജനപ്രതിനിധി അദ്ദേഹം പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. ഒരു വീട്ടിൽ അതിക്രമിച്ചു കയറാൻ അദ്ദേഹത്തിന് എന്താണ് അവകാശം? ഇവിടെ വീട്ടിൽ മാഡം അങ്ങനെ ഒരു കേസ് ഇല്ല. മാഡം, ഏത് വീട്ടിൽ അതിക്രമിച്ചു കയറി? രാഹുൽ മാങ്കൂട്ടത്തിലും ഈ പെൺകുട്ടിയും കൂടെ കൺസെന്റോട് കൂടിയല്ലേ ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് പോയത്. ഈ പെൺകുട്ടിക്ക് പോലും അല്ല. ഞാൻ മാഡത്തിന് എനിക്കറിയില്ല, തെറ്റിദ്ധാരണ ദേഹോപദ്രവം ഏൽപ്പിച്ചു, അസഭ്യം പറഞ്ഞു. കാര്യം പറഞ്ഞോട്ടെ, ഞാൻ വളരെ ബഹുമാനപരിച്ചൊരു കാര്യം ചോദിച്ചോട്ടെ. ഒരു മാസം കുഞ്ഞിന് വേണ്ടി ലൈംഗികതയിൽ ഏർപ്പെട്ട് ട്രൈ ചെയ്യാം എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുവോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മാസം, അതായത് മാർച്ച് മാസം മുഴുവൻ നമുക്കൊരു കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്യാം എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്നാണോ പറയണേ? ഇത് കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളുടെ ഒരുപാട് പ്രേക്ഷകരില്ലേ? അതായത് രാഹുൽ മാങ്കൂട്ടത്തിലും ഈ പെൺകുട്ടിയും മാർച്ച് മാസം മുഴുവൻ നമുക്ക് കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്യാം, അതിനുവേണ്ടി ബന്ധപ്പെടാം, നീ പിൽസ് ഉപയോഗിക്കണ്ട, നമുക്ക് കുഞ്ഞ് വേണം. പിന്നെ എപ്പോഴാണ് ഗർഭചിത്രത്തിന് നിർബന്ധിക്കാൻ തുടങ്ങിയത്? എപ്പോഴാണ് ഗർഭചിത്രത്തിന് വേണ്ടിയിട്ട് മാനസികമായി പീഡിപ്പിക്കാൻ തുടങ്ങിയത്? എങ്ങനെയാണ് ഇവരുടെ വീട്ടിൽ കയറി ചെന്ന് ഇവരെ ഉപദ്രവിക്കാൻ സാധിക്കുന്നത്? മാഡം, വീട്ടിൽ കയറി ചെന്ന് ആര് ഉപദ്രവിച്ചു എന്നാ പറയണേ? താങ്കളാണ് അതിലുള്ളത് മാഡം. എന്ത് തെളിവാണ്? ചുമ്മാ പറയുവാണോ മാഡം? എഫ്ഐആറിൽ എന്തൊക്കെ കള്ളങ്ങൾ എഴുതി വെക്കുന്നു. ഈ കുട്ടിയുടെ മൊഴി അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? ഇല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യുന്ന ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു പെൺകുട്ടിയുടെ ജീവിതം എത്തിച്ച കാര്യത്തെ താങ്കൾ പറയണേ. നമുക്കിത് കഴിഞ്ഞ, അതായത് ഒരു 6-7 മാസം മുമ്പ് നടന്ന കാര്യത്തെ കുറിച്ചല്ലേ നമ്മൾ സംസാരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലൊരു ജനപ്രതിനിധി ഈ പെൺകുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ച് കയറിയോ? പറയുന്ന കള്ളങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാന്യതയും മര്യാദയും വേണ്ടേ? എഫ്ഐആറിലുള്ള കാര്യങ്ങളല്ലേ? ചോദിക്കട്ടെ, ഗർഭചിത്രത്തിന് ഗുളിക നൽകുക പ്രാകൃത രീതിയല്ലേ രാഹുൽ ഈശ്വർ? അത് മാഡം, അതൊക്കെ കള്ളമല്ലേ മാഡം? എന്ത് കള്ളം? ഗർഭചിത്രം നടത്തി ആ പെൺകുട്ടിയുടെ ഓഡിയോ നമ്മൾ കേൾക്കുന്നതാണ്. ഗർഭചിത്രം നടത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ ഗുളികയിലാണ്. ആ ഗുളിക കാണാൻ വേണ്ടി വീഡിയോ കോൾ ചെയ്തു. ഇതല്ല എന്തൊരു പ്രാകൃത രീതിയാണ്? ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോലുമില്ല, മാന്യത കാണിക്കാതെ ആ പെൺകുട്ടിയെ കൊണ്ട് ഗുളിക കഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എത്ര പ്രാകൃതമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്?